إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചതാണ്. ഒന്ന് നമ്മുടെ സമ്പത്താണ്, മറ്റൊന്ന് സന്താനങ്ങളാണ്. ഇത് രണ്ടും അള്ളാഹു നമ്മുടെ കയ്യിൽ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഏൽപ്പിച്ചതാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു. സൂറത്ത് തഗാബുനിലെ 15-ാമത്തെ ആയത്ത്. ഒരു പരീക്ഷണ വസ്തുവിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, ആ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പരാജയപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മുതലും മക്കളും അത് ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അതിൽ എന്താണോ നമുക്ക് ബാക്കിയായി കിട്ടുന്നത്, വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം അതാണ്, ഏറ്റവും നല്ല പ്രതീക്ഷയും അതിലാണുള്ളത്. അപ്പൊ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, ആ രൂപത്തിലാണ് നാം ഈ പരീക്ഷണ വസ്തുക്കളെ കൈകാര്യം ചെയ്യേണ്ടത്. ബാക്കിയാകുമോ പ്രതീക്ഷയാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, ആകയാൽ നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുക.
അപ്പൊ ശത്രുക്കളുണ്ട്, മക്കളിൽ ശത്രുക്കളുണ്ട്. വീണ്ടും അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞതാണ്. നമ്മൾ പ്രാർത്ഥിച്ചത്, അള്ളാഹുവിനോട് ചോദിച്ചതും നമ്മൾ ആഗ്രഹിച്ചതും നല്ല മക്കളെയാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അള്ളാഹുവെ നല്ല മക്കളെ കൊണ്ട പടച്ചോൻ എന്നാ പ്രാർത്ഥിച്ചത്. റബ്ബി ഹബിലി മില്ലദുൻക ദുരിയത്തൻ ത്വയ്യിബ, നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് നൽകുന്ന മക്കൾ നല്ല മക്കളാകണം. തുര്യത്തുൻ ത്വയ്യിബ, നല്ല മക്കളെ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എങ്കിൽ ഇത് നിലനിന്ന് കിട്ടണമെങ്കിൽ നിരന്തരമായ ഒരു ബന്ധം മക്കളുമായി നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, നബി പറഞ്ഞു, ഇൽസമു ഔലാദക്കും, നിങ്ങളെ മക്കളോട് നിങ്ങൾ നിരന്തരമായ ബന്ധം വെച്ച് പുലർത്തണം. വഹ്സിനു അദബഹും, നല്ല പെരുമാറ്റം നിങ്ങൾ അവരെ ശീലിപ്പിക്കുകയും ചെയ്യണം. നിരന്തരമായ ബന്ധവും പെരുമാറ്റവും വെച്ചു പുലർത്തി അത് ശീലിപ്പിക്കണം. കാരണം കുട്ടികൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുകരിക്കും. മാതാപിതാക്കൾ അനുകരിക്കും, ചുറ്റുപാടിനെ അനുകരിക്കും, കാണുന്നതൊക്കെയും അവരനുകരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിലെ കോണിപ്പടിയുടെ പടിയിൽ കയറിയിട്ട് ഉമ്മ നിലം തുടക്കുന്ന ആ മോപ്പിന്റെ വടി കുത്തിപ്പിടിച്ച് മആശിറൽ മുസ്ലിമീൻ റഹ്മക്കുമുല്ലാ എന്ന് പറഞ്ഞ ഖുത്ബ പറയുന്ന ഒരു വീഡിയോ കണ്ടു. സ്കൂൾ പെട്ടെന്ന് തുറന്നിട്ടില്ലെങ്കിൽ ഒരുപാട് ഖത്തീബമാരെ പണി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പ്രചരിച്ചത്. ആ കുട്ടി വീട്ടിലുടുക്കുന്ന ഒരു ട്രൗസർ ഷെഡ്ഡി മാത്രം ഇട്ട് ആ കുട്ടി വടിയും കുത്തിപ്പിടിച്ച് അനുജൻ മുന്നിൽ ഇരിക്കേണ്ട അനുജനെ സാക്ഷിയാക്കിയിട്ട് ഖുത്ബ പറയണം. നന്നായിട്ട് അവസാനം അല്ലാഹു മഅസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി. അപ്പൊ ആ കുട്ടി എന്താണോ കേട്ടത്, കണ്ടത്, ആ കുട്ടി പോകുന്ന പള്ളിയിൽ കാണുന്നത്, പറയുമ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസമാണത് കാണുന്നത്, കേൾക്കുന്നത്, അത് അതേപോലെ ആ കുട്ടി അനുകരിക്കുകയാണ്. ഇതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നല്ലതും കുട്ടികൾ അനുകരിക്കും, ചീത്തയും കുട്ടികൾ അനുകരിക്കും. പ്രാർത്ഥിച്ചതുകൊണ്ടും ആഗ്രഹിച്ചതുകൊണ്ടും മാത്രം മക്കൾ നന്നാകണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മളോട് ആ രംഗത്ത് നിർദ്ദേശിച്ചത് അത് പൂർണ്ണമായും പാലിക്കാൻ നമുക്ക് സാധിക്കണം. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എല്ലാവരും കൂടി എന്തിനാ യുദ്ധത്തിന് പോകുന്നത്? അത് ചോദിക്കുകയാണ്. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫത്തൻ, മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യുദ്ധത്തിന് എന്തിന് പുറപ്പെടണം? അങ്ങനല്ലല്ലോ വേണ്ടത്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി, ഓരോ വിഭാഗം യുദ്ധത്തിന് പോകുമ്പം ഒരു ടീം അവരവിടെ നിൽക്കട്ടെ നാട്ടിൽ. എന്തിന്? ലിയതഫഖഹു ഫിദ്ദീനി, മതം പഠിക്കാൻ വേണ്ടിയിട്ട്, ദീന് പഠിക്കാൻ വേണ്ടി ഒരു വിഭാഗം അവിടെ ഉണ്ടാകണം. എല്ലാവരും കൂടി യുദ്ധത്തിന് ഇറങ്ങിപ്പോകരുത്. എന്തിനാണത്? വലിയുൻദിറു ഖൗമഹും, അവരുടെ ജനതയെ ഉത്ബോധിപ്പിക്കാനാണ്, അവർക്ക് മുന്നറിയിപ്പും താക്കീതും നൽകുന്നതിന് വേണ്ടിയാണ്. ഇദാ റജഉ ഇലൈഹിം, അവർ തിരിച്ചു വന്നാൽ. അപ്പൊ ആളുകൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർക്ക് പിന്നെ ജീവിതത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ഉത്ബോധങ്ങൾ കൊടുക്കാൻ മതം പഠിക്കുന്ന കുറച്ച് ആളുകളെ അവിടെ നിർബന്ധമാണ്, അനിവാര്യമാണ്. ലഅല്ലഹും യഹ്ദറൂൻ, അവരെ കൂടുതൽ ജാഗ്രത പാലിച്ച് അവരെ ശ്രദ്ധയോടെ ജീവിക്കുന്നതിന് വേണ്ടിയും നിർബന്ധമായും കുറച്ച് ആളുകൾ ദീന് പഠിച്ചിരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്? മതം പഠിക്കണം, ദീന് പഠിക്കണം, അറിവുണ്ടാവണം, മക്കൾക്കത് കൊടുക്കണം. ഇല്ല എങ്കിൽ നോക്കൂ, ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, അൽ അഅറാബു അശദ്ദു കുഫ്റൻ വനിഫാഖ, ഈ ബദവി അറബികളാണ് ഏറ്റവും കൊടിയ കാപട്യത്തിലും കൊടിയ കുഫ്റിലുമുള്ളത്. എന്താ കാരണം? വഅജദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി, അല്ലാഹുവിനും റസൂലിനും അല്ലാഹ് ഇറക്കിക്കൊടുത്ത ഈ മതത്തിന്റെ അതിർവരമ്പുകൾ എന്താണ് എന്ന് അവർക്കറിയാത്തതാണ്
അറിയാതിരിക്കുക എന്നതായിരുന്നു അതിന് ഏറ്റവും സാധ്യതയായിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ അശദ്ദു കുഫ്റൻ വനിഫാഖൻ, വലിയ കാപട്യം, വലിയ നിഷേധം, നന്ദികേട് ഒക്കെ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അറിവുണ്ടെങ്കിൽ നന്ദിയുള്ള നല്ല മക്കളായി നമ്മളെ മക്കൾ മാറും. സംസ്കരിക്കണമെങ്കിൽ, കുട്ടികൾ നന്നാകണമെങ്കിൽ യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, കിതാബും ഹിക്മത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതുവഴി അവരെ സംസ്കരിക്കുക. ഇതാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. കിതാബും ഹിക്മത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആ പഠിക്കുക വഴി അവർക്ക് തസ്കിയത്ത് ഉണ്ടാകും, അവർ നന്നായി ജീവിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും താരതമ്യം ചെയ്യുന്ന ആൾക്കാരാണ്. SSLC റിസൾട്ട് വന്നു, +2ന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അയൽവക്കത്തെ കുട്ടികളെയും കുടുംബത്തിലെ കുട്ടികളെയും ജ്യേഷ്ഠന്റെ മകളെയും അഞ്ചന്റെ മകനെയൊക്കെ താരതമ്യം ചെയ്ത് മക്കളെ ചീത്ത പറഞ്ഞോലും ശ്വാസിച്ചോലും ഒക്കെ ഉണ്ടാകും. മക്കളെ മറ്റുള്ള ആളുകളുമായിട്ട് ഒരിക്കലും നമ്മളെ മക്കളെ നമ്മൾ താരതമ്യം ചെയ്യരുത്. എങ്കിൽ താരതമ്യം ചെയ്യുന്നവരാണ് നമ്മളിൽ ഏറെയും. എങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു പറഞ്ഞു ഖുൽ ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാകൂല. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും ഒരുപോലെയല്ല എന്ന് അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൽമുണ്ടോ, ഇൽമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. അറിവുണ്ടോ, അറിവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരുപോലെയാണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി വെക്കരുത്. രണ്ട് രൂപത്തിലുണ്ട്. ദീന് തെറ്റായി മനസ്സിലാക്കിയാലും ഉണ്ട്, ശരിയായ വശം മനസ്സിലാക്കാത്തവരും ഉണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികൾ പെട്ടെന്നൊരു തൊപ്പിയൊക്കെ ഇട്ട് ഒരു നീളം കുപ്പായൊക്കെ ഇട്ട് ഒക്കെ നടക്കണത് കാണുമ്പോൾ നന്നായി എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. കാരണം അതിലൊന്നുമല്ല ദീന്. പിന്നെ എന്തിനാണ് ദീന്? ദീന് ഖുർആനും സുന്നത്തും അനുസരിച്ച് യഥാർത്ഥമായ രൂപത്തിൽ അവർ ജീവിക്കുന്നുണ്ടോ എന്നതാണ്. അതല്ലാതെ ഒരു ഫാഷനായി നാട്ടിൽ ചെറുപ്പക്കാര് രൂപത്തിലും കോലത്തിലും മാറുമ്പോൾ അങ്ങനെ രൂപത്തിലും കോലത്തിലും മക്കൾ മാറി വിചാരിച്ച് മക്കൾ നന്നായി എന്ന് കരുതിയിരിക്കരുത്. പ്രത്യേകിച്ച് തീരദേശത്ത് അത്തരം ഒരുപാട് അനാവശ്യമായ ത്വരീക്കത്തുകളും അതുപോലെയുള്ള മാർഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. ദുനിയാവിനോട് പൂർണ്ണമായും വിരക്തി കാണിച്ച് ഒരു പണിക്കും പോകാതെ ഒരു ജോലിക്കും പോകാതെ മാതാപിതാക്കളെ നോക്കാതെ അങ്ങനെ തവക്കുലിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതൊന്നും അല്ലല്ലോ തവക്കുല്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടാകും പത്രങ്ങളിലൊക്കെ, ഗോവയിൽ ഒരു കുടുംബത്തിലെ 2 ചെറുപ്പക്കാര്, അതിൽ ഒരാൾ എഞ്ചിനീയറാണ്, മറ്റൊരാൾ തുല്യമായ വിദ്യാഭ്യാസമുള്ള ആളാണ്. ആ 2 മക്കളെ മരിച്ച രൂപത്തിൽ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഉമ്മയെ ഒരു ഈർക്കിളി പോലെ ആയ ഒരു ഉമ്മയെയും കണ്ടെത്തി. ഉമ്മ മരിച്ചിട്ടില്ല, മരിക്കാനായിട്ടുണ്ട്. മക്കൾ 2 മരിച്ചിട്ടുണ്ട്. അപ്പോ ഇവരുടെ പിതാവിനെ തേടി അഡ്രസ്സ് കണ്ടുപിടിച്ച് പോലീസുകാർ വന്നിട്ട് അവർ പറഞ്ഞത്, പിതാവ് പറഞ്ഞത്, ഞാൻ അവരുടെ പ്രാകൃതമായ രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയി ജീവിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇവര് ദൈവപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ഈത്തപ്പഴം തിന്നുമത്രേ. ഒരു ദിവസം ഒരു ഈത്തപ്പഴം മാത്രം തിന്ന് വ്രതമനുഷ്ഠിക്കുമത്രേ, നോമനുഷ്ഠിക്കുമത്രേ ഈ 2 മക്കൾ, ഈ ഉമ്മയും. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ശരീരത്തിലേക്ക് എത്തേണ്ട പോഷക ആഹാരങ്ങൾ എത്താതെ ശരീരം ക്ഷീണിച്ച് തളർന്ന് ഈ 2 ആൺകുട്ടികളും മരിച്ചു. ഈ ഉമ്മ മരണാസന്നയായി കിടക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഉണ്ടായതാണ്, തൊട്ടടുത്ത നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്താണ് ദീന എന്നറിയണം, ദീൻ എന്താണെന്ന് പഠിക്കണം. പ്രാകൃതമല്ല ഈ മതം. ഏതെങ്കിലും ഒരു കോലത്തിൽ കുട്ടികൾ നടക്കുന്നത് കണ്ടാൽ നന്നായി എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി വെക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം നമ്മൾ പാഴാക്കാതിരിക്കുക. ഇപ്പൊ വെക്കേഷൻ സമയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒഴിവുള്ള സമയമാണ്. ഈ സമയത്ത് അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ഈ സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇളാഅത്തുൽ വഖ്ത് അശദ്ദു മിനൽ മൗതി, ഈ സമയം നഷ്ടപ്പെടുത്തൽ മരണത്തെക്കാൾ ഭീകരമാണ്. സമയത്തെ കൊല്ലുക എന്നത് സ്വന്തം ജീവൻ പോകുന്നതിനേക്കാൾ ഭീകരമാണ്. എന്താ കാരണം? ലിഅന്ന ഇളാഅത്തുൽ വഖ്ത്, സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തഖ്തഉക അനില്ലാഹി വദ്ദാറിൽ ആഖിറ, സമയം വെറുതെ നഷ്ടപ്പെടുത്തല് അള്ളാഹുവും പരലോകത്തെയും സംബന്ധിച്ചുള്ള നിന്റെ ബന്ധം മുറിക്കലാണ്. അള്ളാഹുവിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും അകന്നു പോകലാണ് സമയം വെറുതെ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ വൽ മൗതു തഖ്തഉക അനി ദുനിയാ വഅഹ്ലിഹ, മരണം എന്ന് പറഞ്ഞാൽ ദുനിയാവും അതിന്റെ അഹലുകാരിൽ നിന്നും നീ അകന്നു പോകലാണ്.
എന്നാൽ മരണം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അലുകാരിൽ നിന്നും അകന്നു പോകല. സമയം കൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ദീനിൽ നിന്നും അകന്നു പോകല. അപ്പൊ മരണത്തെക്കാൾ ഡേഞ്ചറാണ് സമയം വെറുതെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അവസരം, ഈ വെക്കേഷൻ സമയങ്ങളൊക്കെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുക. ഈ സമയം വെറുതെ വിനോദങ്ങൾക്ക് വേണ്ടി, ആഭാസങ്ങൾക്ക് വേണ്ടി, ആഭാസകരമായ വിനോദങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സമയം ചെലവാക്കരുത്. കുട്ടികളെ കൂടെ ഒന്ന് ആവശ്യത്തിനൊക്കെ ഒന്ന് പുറത്തു പോകണം. വെക്കേഷൻ സമയത്ത് കുട്ടികളുമായിട്ടൊക്കെ ഒരു യാത്രയൊക്കെ പോയി, ഒരു കുടുംബത്തോടൊപ്പം യാത്രയൊക്കെ പോയി വരുന്നൊക്കെ നല്ലതാണ്. അവനാന്റെ സാമ്പത്തിക സ്ഥിതിക്കൊക്കെ അനുസരിച്ച് ഒന്ന് പുറത്തു പോകലൊക്കെ നല്ലതാണ് ജീവിതത്തിന്. എന്നാൽ അത് വെറും ഒരു വിനോദം മാത്രമാക്കിയിട്ട് ആഭാസകരമാക്കി മാറ്റാതിരിക്കുക. കാരണം ആ യാത്രയിൽ പോലും നമുക്ക് കുട്ടിക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണെങ്കിൽ യാത്രയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, നമ്മുടെ സ്ഥലത്ത് ഇറങ്ങിയാൽ ജമ്മും കസറുമാക്കിയിട്ട് എങ്ങനെ നിസ്കരിക്കുക, യാത്രക്കാരൻ നിസ്കാരം എങ്ങനെയാണ്, ഒതുണ്ടാക്കാൻ കഴിഞ്ഞാൽ തമ എങ്ങനെ ചെയ്യുക, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു ഈ സമയം ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നതൊക്കെ നമ്മുടെ നാട്ടില് ഇപ്പൊ കുട്ടികൾ വളർന്നു വരികയാണ്. മലപ്പുറം ജില്ലയിലാണ് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നതെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു കണക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഡിവിഷൻ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലെ മലപ്പുറമാണ്. കഴിഞ്ഞ ദിവസം വന്ന കണക്കാ. ലോകാടിസ്ഥാനത്തിൽ ഒന്നാം റാങ്ക്. രണ്ടാം റാങ്ക് വിയറ്റ്നാമിലെ കാൻതോ എന്ന് പറയുന്ന പട്ടണമാണ്, 36.7%. എന്നാൽ ഇന്ത്യയിലെ മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത്, 44.1%. മൂന്നാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയിലെ സുക്കിയാൻ പട്ടണമാണ്, 36.67%. നാലാം സ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ കോഴിക്കോടാണ്, 34.5%. ലോകാടിസ്ഥാനത്തിൽ ജനസംഖ്യയിൽ പോപ്പുലേഷന്റെ വർധനവിന്റെ കണക്ക് ഇപ്പൊ അടുത്ത് വന്ന കണക്കാ. ഒന്നാം സ്ഥാനവും നാലാം സ്ഥാനവും കേരളത്തിലെ കോഴിക്കോടിനും മലപ്പുറത്തിനുമാണ്. മലപ്പുറം 1ഉം കോഴിക്കോട് 4ഉമാണ്. ഏറ്റവും കൂടുതൽ ഏത് ജനവിഭാഗമാണ്, മതവിഭാഗമാണ് ഈ രണ്ട് ജില്ലയിലുള്ളത് നമ്മൾ കണക്കാക്കുക. ചിന്തിച്ചാൽ മതി. അപ്പം മക്കൾ ഉണ്ടാവട്ടെ, നല്ലത് തന്നെയാണ്. സമൂഹത്തിന് ആളുകൾ ഉണ്ടാവട്ടെ, മനുഷ്യ സമ്പത്ത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ആവന്നെ വേണം, അതിൽ തർക്കമൊന്നുമില്ല. പടച്ചോൻ ഇരുന്നൊക്കെ രണ്ട് കൈയും കെട്ടി സ്വീകരിക്കുക. പക്ഷേ ആ കിട്ടുന്ന മക്കളൊക്കെ നല്ല മക്കളായി വളരണം എന്ന ചിന്ത കൂടി നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, ഇന്ന് എത്രമാത്രമാണ് തിന്മകൾ വർദ്ധിച്ചു വരുന്നൊരു കാലം. മഴല്ല നമ്മൾ പറയാണ്. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. യുർസിലി സമാ അലൈക്കും മിദ്റാറ, ആകാശത്തു നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹ് വർഷിപ്പിച്ചു തരുന്ന, ആകാശത്തു നിന്ന് ചൊരിയുന്ന മഴ അള്ളാഹ് ഇറക്കിത്തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാന്നാ. എന്താ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാറിനാല് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിന്മകൾ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. തിന്മകൾ വർദ്ധിക്കുകയാണ് മഴ തടയാൻ കാരണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഒരു വൃദ്ധയായ ഒരു മാതാവും പിതാവും ഇരുന്ന ഇരിപ്പിൽ മരണപ്പെട്ടത് വാർത്തയായത് നമ്മൾ വായിച്ചതാണ്. ഒരു ഹൈദ്രോസ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കണ്ണു കാണൂല. 19 വയസ്സുള്ള രണ്ടാൾക്കാരാണ്. ഇവർ രണ്ടാളും മാത്രമേ ആ വീട്ടിലുള്ളൂ. ഇയാൾ കഴിഞ്ഞ റമദാനിൽ വരെ പള്ളിയിലുണ്ട്. റമദാന് ശേഷം പള്ളി കാണാതിരുന്നപ്പം ഇത്രയും ദിവസമായി അന്വേഷിച്ച് ചെന്ന് വീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? രണ്ടുപേരും കസാരയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ മരിച്ചിട്ട്, ദിവസങ്ങളായി മരിച്ചിട്ട്, എന്നിട്ട് ആ മയ്യത്ത് അഴുകിയിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചൂടോണ്ട് ഉണങ്ങിപ്പോയി എന്നാ പത്രം എഴുതിയത്. ഇവിടെ ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈ റോട്ടിൽ കണ്ടില്ലേ നിങ്ങൾ ഒരു ഈച്ചയും അതുപോലെ തന്നെ ആ എലിയൊക്കെ വല്ല ബസ്സിനോ വണ്ടിക്കോ കുടുങ്ങിയാല് റോഡ് സൈഡിൽ അങ്ങനെ കിടന്നിട്ട് പിന്നെ അതങ്ങനെ അഴുകി ഒലിച്ചിട്ട് വെയിലോണ്ട് ഉണങ്ങിപ്പോകും. ഇതുപോലെ രണ്ട് മനുഷ്യന്മാര് കസാരയിൽ ഇരുന്ന് മരിച്ചിട്ട് ദിവസങ്ങളായി മയ്യത്ത് അഴുകി ഒലിച്ച് ഉണങ്ങിപ്പോയി എന്നാ ചൂടുകൊണ്ട്. മക്കളുണ്ടെങ്കിൽ ആ മക്കൾ ആരാവട്ടെ എവിടെയാകട്ടെ ഒരിക്കലും സ്വർഗത്തിന്റെ വാസന പോലും ആ മക്കൾക്ക് കിട്ടൂല. മക്കളുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും ശരി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, ഈ വാപ്പാനും ഉമ്മാനും നോക്കാൻ നേരണ്ടോ? ഒന്നുമില്ല. വാപ്പി ഉമ്മയും കഴിഞ്ഞിട്ടേ മക്കളുള്ളൂ. ഏത് വിദേശത്ത് ജീവിക്കുന്ന മക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഇവിടെയാണ് ജോലി, ഇവിടെയാണ് മക്കള്, ഇവിടെയാണ് ഭാര്യ, നാട്ടിൽ വാപ്പി ഉമ്മയുണ്ട്, അവരെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ അവകാശമില്ല. കാരണം എല്ലാ മക്കളും ഭാര്യയും ബാക്കി എല്ലാ വാപ്പാനും ഉമ്മാനും കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അയൽവാസികൾ രക്ഷപ്പെടുമോ? ഈ അയൽവാസികൾ രക്ഷപ്പെടുമോ? ഇത്രയും ദിവസമായിട്ട് 2 മനുഷ്യന്മാരാ വീട്ടിൽ താമസിച്ചിട്ട് ഇത്രയും ശരീരം അഴുകി ഒലിച്ച് ഉണങ്ങണ ദിവസം അത്രയും അയൽവാസികൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആരാണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയൽവാസികളെ കാര്യത്തിൽ വസിയത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവർക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ, എന്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടു പോയി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഞാൻ മരിച്ചാല് എന്റെ ജേട്ടന്, എന്റെ സ്വന്തം ജേട്ടനോ എന്റെ അനുജനോ എന്റെ പെങ്ങന്മാർക്കോ എന്റെ സ്വത്തിൽ അവകാശമില്ല. എനിക്ക് ഭാര്യയും മക്കളും മാതാപിതാക്കളുമുണ്ട്. അതുള്ളത് കൊണ്ട് എന്റെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന എന്റെ സ്വന്തം ജേട്ടനും എന്റെ സ്വന്തം അനുജനും എന്റെ സ്വന്തം പെങ്ങൾക്ക് എന്റെ സ്വത്തിൽ അവകാശമില്ല. എന്നാൽ ഇതിനേക്കാൾ വലിയ ബന്ധ അയൽവാസിക്ക് സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടു പോയി എന്ന റസൂൽ എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഈ അയൽവാസികളെ രക്ഷപ്പെടുമോ? ബാധ്യത വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, നമ്മളൊരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അയൽപക്കത്ത് പട്ടിണിയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ നിസ്കാരം വെറുതെ റസൂൽ പറയാ, മുഅ്മിനല്ലവൻ ലൈസൽ മുഅ്മിൻ. അതാണ് റസൂൽ പറയാ. നമ്മൾ പറയും അയൽവക്കത്ത് ഇപ്പൊ നമ്മൾ തന്നെയാണ് ഏറ്റവും ദാരിദ്ര്യം കഷ്ടപ്പാട്, നമ്മളെക്കാളൊക്കെ എത്ര ഉഷാറാ നമ്മൾ അയൽവാസികൾ എന്ന് പറഞ്ഞിരിക്കേണ്ട. രോഗിയാണെങ്കിൽ അവരെ പരിചരിക്കൽ അയൽവാസിയായി നമ്മുടെ ബാധ്യതയാണ്. രോഗിയാണെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകലും അവരെ പരിചരിക്കലും അയൽവാസിയായ നമ്മുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. ഇങ്ങനെ പരിചരിക്കാതെ ഇത്രയും ദിവസം അവിടെ അങ്ങനെ അഴുകി ആ 2 മയ്യത്ത് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ആ അയൽവാസികൾ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രമാണ്. അപ്പൊ ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശക്തമായ രൂപത്തിൽ ഉത്ബോധനം നടത്തിയത് ഒരു ഖൈറായ രൂപത്തിലുള്ളൊരു ജീവിതം നമുക്ക് കിട്ടണം എന്നതുകൊണ്ട് തന്നെയാണ്. അള്ളാഹു പറയാണ്, തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു, കിട്ടേണ്ടവർക്ക് അവകാശം കൊടുത്തില്ല, മഴ തടയുമെന്ന് റസൂൽ പറഞ്ഞു. മഴ തടയും അല്ലാഹ്. എന്തിന്? സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശ ഔദാര്യമല്ല. സക്കാത്ത് തടയപ്പെട്ടാൽ മഴ തടയപ്പെടുന്ന, സക്കാത്ത് കൊടുക്കണേക്കാൾ മഴ തടയുന്ന പറഞ്ഞത്. സൂറത്ത് മുൽക്ക് അള്ളാഹുവിന്റെ രാജാധികാരത്തെക്കുറിച്ച് പറയുന്ന, സൂറത്ത് മുൽക്ക്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്. ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയോ? കുൽ, ചോദിക്കുക നബിയെ, ഈ നസ്ബഹ മാഉക്കും മുഗവറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾക്ക് അല്ലാഹു വെള്ളം തടഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് അല്ലാഹു ഭൂമിയിലെ നനവ് വറ്റിച്ചാൽ, ഉറവുകൾ തടയപ്പെട്ടാൽ ആരുണ്ട് നിങ്ങൾക്ക് പകരം വെള്ളം കൊണ്ടുവന്ന് തരാൻ? ഈ ചോദ്യം ചോദിച്ചിട്ടാണ് സൂറത്ത് മുൽക്ക് അവസാനിക്കുന്നത്, സൂറത്ത് തബാറക്ക് അവസാനിക്കുന്നത്. അള്ളാഹിന്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. റബ്ബക്കും. തിന്മകൾ വർദ്ധിച്ചു വരികയാണ്, തോന്നിവാസങ്ങൾ വർദ്ധിച്ചു വരികയാണ്, തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സഹോദരങ്ങളെ, നമ്മളെ മക്കളെ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. പറയുക നബിയെ, ഏറ്റവും വലിയ നഷ്ടക്കാരാരെന്നറിയുമോ? ഖിയാമത്ത് നാളിൽ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടവരാണ്. സ്വന്തം മക്കളും സമ്പത്തും നഷ്ടപ്പെടുത്തി വന്നവരാരാണോ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ്. സഹോദരങ്ങളെ, അത്തരമൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഈ മാസം 13-ാം തീയതി മുതൽ നമ്മുടെ സെന്ററിൽ കുട്ടികൾക്ക് വേണ്ടി വെക്കേഷനിൽ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഈമാൻ പഠിപ്പിക്കുന്നുണ്ട്, തഖ്വ പഠിപ്പിക്കുന്നുണ്ട്, പരലോകത്തെക്കുറിച്ചുള്ള ബോധം നൽകുന്നുണ്ട്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ നല്ല സംസാരം സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, സമൂഹത്തിൽ നല്ലവനെന്ന ആളുകൾ പറയണമെങ്കിൽ ഏതൊക്കെ സ്വഭാവം ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെയായി തീരത്തുകൂടി റോട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മളെ മക്കളെ ഒന്ന് നമ്മൾ കൊണ്ടുപോയി അവിടെ ആക്കിക്കൊടുക്കുക, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൂട്ടിരിക്കുക, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കാവലിരിക്കുക സഹോദരങ്ങളെ, ആ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. എങ്കിൽ ഈ ദുനിയാവും ആഖിറവും ലാഭിക്കാൻ, വിജയിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദുൽഖഅദ് മാസം 1-ാം തീയതിയാണ്. മിനിയാന്ന് മാസപ്പിറവി കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ശവ്വാൽ 30 പൂർത്തിയാക്കി. ഇന്ന് ദുൽഖഅദ് 1-ആണ്. ദുൽഖഅദ് ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ മാസമാണ്.
ഹജ്ജ് മാസങ്ങളിലെ ആദ്യത്തെ മാസം പിറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശം നമ്മളെ മനസ്സിലുണ്ടാവണം. അതെന്താണ്? സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗം കൊതിക്കുന്നുണ്ട്. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിന്റെ മുന്നിൽ നമുക്കുള്ള തടസ്സം എന്താ? സ്വർഗത്തിന്റെ മുന്നിൽ നമ്മളെ തടസ്സം സഹോദരങ്ങളെ, ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ മുന്നിലെ തടസ്സം നമ്മുടെ ആയുസ്സാണ്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നതാണ് സ്വർഗത്തിന്റെ മുന്നിലെ തടസ്സം. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ച ദിവസം തന്നെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ സ്വർഗം നമുക്ക് ഉറപ്പാ. നരകത്തിന്റെ ഭീകരതയും പരലോകത്തിന്റെ ഗൗരവമൊക്കെ ഓർക്കുമ്പോൾ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണിത്. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പരലോകത്തെക്കുറിച്ചൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, പടച്ചോനെ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വർഗത്തിൻ്റെ മുന്നിൽ എനിക്കുള്ള തടസ്സം ഞാൻ ഇത്രയും കാലം ജീവിച്ച എൻ്റെ ആയുസ്സാണ് എന്നതാണ്. എങ്കിൽ റഹ്മാനായ റബ്ബ് എങ്ങനെ നമ്മൾ ജീവിച്ചാലും എത്ര കാലം ജീവിച്ചാലും റഹ്മാനായ റബ്ബ് വെച്ചൊരു കാരുണ്യമുണ്ട്. അതെന്താ? ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെയാകും ഹജ്ജ് എന്നാണ്. അത് ഹജ്ജിന്റെ ഓർമ്മയാണ്. മഖബൂലും മബ്രൂറുമായ ഒരു ഉംറ, ഒരു ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ ആ ദിവസം എങ്ങനെയാണ് അതുപോലെ ആയി മാറാൻ, അത്രയും കാലത്തെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരാൻ, മാപ്പാക്കാനുള്ള ഒരു അവസരമാണ് ഹജ്ജ് എന്നതാണ്. അതുകൊണ്ട് ഈ ചിന്തയാണ് ദുൽഖഅദ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടത്. വന്നുപോയ തിന്മകളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി എത്ര ആയുസ് ബാക്കിയുണ്ടെന്നറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ബാക്കിയുള്ള ആയുസ് ഇനി നരകത്തിലേക്ക് എത്തുന്നതിന് കാരണമാകരുത്, സ്വർഗം നഷ്ടപ്പെടുന്നതിന് കാരണമാകരുത് എന്നൊരു ചിന്തയായിരിക്കണം ഈ ദുൽഖഅദ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഖഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب